എല്ലാവർക്കും ലെറ്റർ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എംപ്ലോയബിലിറ്റി സ്കില്ലിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. കമ്മ്യൂണിക്കേഷൻ എന്താണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കാം, അതുപോലെ തന്നെ ആശയവിനിമയം എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എങ്ങനെ ഒരു ഇൻഫർമേഷൻസ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യും, അതുപോലെ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഒരു ഇൻഫർമേഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻസ് പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു വോയിസ് കമ്മ്യൂണിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ കമ്മ്യൂണിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ വീഡിയോ കമ്മ്യൂണിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആവാം. പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഓരോ സിമ്പിളുകൾ മനസ്സിലാക്കിയിട്ടായിരുന്നു അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആശയവിനിമയം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, അങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ സംസാരിക്കുന്നതിൽ അപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും സിമ്പിളുകളായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്കത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്സും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മദർ ടങ്സ് മലയാളം പോലുള്ള ലാംഗ്വേജുകളാവില്ല അവിടെ എന്ത് ചെയ്യാൻ ഉപയോഗിക്കുക. അവിടെ മേ ബി ചിലപ്പോൾ തമിഴാവാം, അല്ലെങ്കിൽ കന്നഡ ആവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവാം, ഹിന്ദി ആവാം. അപ്പൊ ഏത് കമ്മ്യൂണിക്കേഷൻസ് ആണെങ്കിലും നമ്മൾ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കാണുന്നത്. കാരണം നമ്മളത് എപ്പോഴും ആ കമ്മ്യൂണിക്കേഷൻസ് എത്രത്തോളം എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കാം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാം. ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് എന്നാണ്. ഒരു ഇൻഫർമേഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഒരു ഇൻഫർമേഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ഫർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് അതാത് വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ മേ ബി അയാൾ സംസാരിക്കുന്നത് തമിഴായിരിക്കാം, നമ്മൾക്ക് അറിയാൻ പോകുന്നത് മലയാളമായിരിക്കാം. പക്ഷെ അപ്പൊ ഈ തമിഴ് സംസാരിക്കുന്ന ആളെ ഇൻഫർമേഷൻസ് മലയാളികൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഒരാൾ മറ്റു. അപ്പൊ ഒരു സെൻഡറിൽ നിന്ന് ഒരു റിസീവറിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിംഗ് പോലെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ അറ്റ് ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഈസ് ദ ആക്ട് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി വോക്കലി യൂസിങ് വോയിസ്, മേ ബി ഇത് എന്തായിരിക്കാം, ഒരു വോയിസ് മെസ്സേജുകളായിരിക്കാം. റൈറ്റേൺ യൂസിങ് പ്രിന്റർ ഓർ ഡിജിറ്റൽ മീഡിയ സച്ച് ആസ് എ ബുക്സ്. ചിലപ്പോൾ എന്തായിരിക്കാം, റൈറ്റേൺ നമ്മൾ എഴുതി കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് കോപ്പി ആയിരിക്കാം, അല്ലെങ്കിൽ സച്ച് ആസ് എ ഡിജിറ്റൽ മീഡിയാസിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സിമ്പിളുകളായിരിക്കാം, അല്ലെങ്കിൽ ബുക്സ് ആയിരിക്കാം. ദെൻ മാഗസീൻസ്, വെബ്സൈറ്റ്സ് ആൻഡ് ഓർ ഇമെയിൽസ്. നമുക്ക് എന്തായിരിക്കാം, ബുക്സ് റെഫറൻസ് ചെയ്തിട്ടായിരിക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുന്നത്. മാഗസീൻസ് വായിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ പേപ്പർ കട്ടിങ്സിന്റെ മാഗസീൻസ് ഉണ്ടാവും, നോട്ടീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ വെബ്സൈറ്റ്സുകൾ നോക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഓഫ്ലൈൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഫുള്ളി എന്താണ്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ ഏതൊരു ഫേമിൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വെബ്സൈറ്റ്സ്, അപ്പോൾ ഓരോ വെബ്സൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോപ്പർ ആയിട്ട് നമ്മൾ എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ ഇൻഫർമേഷൻസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ടോട്ടലി നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും, വെബ്സൈറ്റ്സിൽ നിന്നായിരിക്കും. ദെൻ ഇമെയിൽ അഡ്രസ്സ്. പഴയ കാലങ്ങളിലൊന്നും ഇമെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. കത്ത് വഴിയായിരുന്നു ഡാറ്റകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആളുകളുമായി കത്ത് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൺസെപ്റ്റ് ഒക്കെ മാറി ഇമെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എല്ലാവരും വന്നു. മെയിൽ അയക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വീഡിയോ കോളിംഗ് ചെയ്യുക. അപ്പോൾ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി
അഡ്വാൻറ്റേജസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം ചെയ്യേണ്ടത്. ഇത് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ, ഇറ്റ് മേ ബി വൊക്കലി യൂസിങ് വോയിസസ്, റൈറ്റ് ആൻഡ് യൂസിങ് പ്രിന്റഡ് ഓർ ഡിജിറ്റൽ മീഡിയ സച്ച് ആസ് എ ബുക്സ്, മാഗസീൻസ്, വെബ്സൈറ്റ്സ് ഓർ ഇമെയിൽസ്. നമുക്കൊരു ഇമെയിൽസ് എന്നോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ മാഗസീൻസ് എന്നോ അല്ലെങ്കിൽ ബുക്സ് എന്നോ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻസിന് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വൺ ഫോളോ ചെയ്യണം. യൂഷ്വലി യൂസിങ് ലോഗോസ്, മാപ്സ്, ഗ്രാഫിക്സ്. മേ ബി ഇതെന്തായിരിക്കാം? ഓരോ ലോഗോസ് ഉണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ലോഗോസ്. അതുപോലെ തന്നെ മാപ്സ്, അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ്, ഗ്രാഫിക്സ്. അപ്പൊ ഇതിന്നൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ ഇതിന്റെ കോൺസെപ്റ്റ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ A to Z നമ്മൾ എങ്ങനെയാണോ, ഇപ്പൊ എക്സാമ്പിൾ ഒരു നോട്ടീസ് നിങ്ങളെ മുമ്പിൽ കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ അതിന് ഒരു പോസ്റ്റർ കാണുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു മാഗസീൻസ് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫിലിം സിനിമ പോസ്റ്റർ കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? റീഡ് ഇറ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് വായിക്കത്. ആ വായനയിലാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന സംഗതി കൺസെപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വർദ്ധിപ്പിക്കാൻ പറ്റും. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ഇടയിലുള്ള സംഗതിയാണ്. അത് ഈവൻ ഒരാൾ മാത്രം പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാൾ മാത്രം നമ്മളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് വോയിസ് മെസ്സേജുകളായിട്ടായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും വോയിസുകൾ കേട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ മീഡിയാസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. ബുക്സ് നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. മാഗസീൻസ്, വെബ്സൈറ്റ്സ്, ഇമെയിൽസ്, ഈ രീതികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിച്ചത് കൊണ്ട് എന്താണ് ഇത്ര നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് യാതൊരു ഇഷ്യൂസോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിൽ നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലംസോ ഉണ്ടാവാണ്ടിരിക്കും. ഇപ്പൊ പല ആളുകളും ഏതെങ്കിലും ഒരു ബൈക്ക് പോകുന്ന കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന ബൈക്കാണ്, ഇന്ന മോഡലാണ്, ഇന്ന ഇയറിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വാഹനം ജസ്റ്റ് റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഇൻഫർമേഷൻസ് മൊത്തം അയാൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അതെന്താണ്? അത് അയാൾ അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ഡീപ്പായിട്ട് എന്താ പറയാ വായിച്ച് മനസ്സിലാക്കിയുള്ള ഒരു നോളജാണ്. സോ അതേപോലെയാണ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഇപ്പൊ മേ ബി എന്തായിരിക്കാം? അതൊരു എഡ്യൂക്കേഷൻ സ്ഥാപനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പോസ്റ്റർ ആയിരിക്കാം. സോ ഫസ്റ്റ് വൺ അതെന്ത് ചെയ്യണം? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വായിക്കണം. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഒരു കമ്മ്യൂണിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറച്ച് എന്താ പറയാ, ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഓർഗനൈസേഷൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് significant managers of the organization so that as to perform the basic functions of management and planning, organizing, leading and controlling. Communication help managers to perform their job and responsibility. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്, ഇപ്പൊ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷൻസിൽ നിങ്ങൾ ഒരു അംഗമാണെന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പറഞ്ഞ കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഫേമിൽ നിങ്ങളൊരു അംഗമാണെന്ന് നിൽക്കുക. അപ്പോൾ ആ കമ്പനിയിലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻഫർമേഷൻസ് മറ്റൊരാളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഷെയർ ചെയ്യാണ്. ഈ ഒരു മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഫുള്ളി നിങ്ങളുടെ കയ്യിലായിരിക്കും. അപ്പൊ നിങ്ങളൊരു വർക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ വർക്കിന്റെ A to Z വരെ കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോടാണ്, അല്ലാണ്ട് മറ്റുള്ള ആളുകളല്ല. അപ്പൊ അതിന്റെ എന്തായിരിക്കും? ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തുടരുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കണം? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും. അപ്പൊ അത് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളൊരു ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബേസിക് കമ്മ്യൂണിക്കേഷൻസിന്റെ ഫങ്ഷൻസുകൾ, അതുപോലെ തന്നെ മാനേജ്മെന്റ്സ്, അതുപോലെ തന്നെ പ്ലാനിങ്സ്, ഓർഗനൈസേഷൻസ്, ലീഡിങ്സ്,
അതുപോലെ തന്നെ കൺട്രോളിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ബേസിക് കമ്മ്യൂണിക്കേഷൻസിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ദെൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻസ് എഫക്റ്റീവ് ആവുന്നത് എന്തൊക്കെ കാരണങ്ങളാണ്? ഫസ്റ്റ് വൺ, ലിസണിങ് സ്കില്ല്. നല്ല കേൾവിക്കാരനാവാൻ കഴിയണം. ഒരു കമ്മ്യൂണിക്കേഷൻസ് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കണം. അപ്പോഴേ നമുക്കൊരു ലിസണിങ് സ്കില്ല് ഉണ്ടാവുള്ളൂ. അയാൾ എന്താ ഈ പറയുന്നത്, എന്താണ് അയാൾ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ലിസണിങ്, നമ്മളൊരു കേൾവിക്കാരനാവുക. നല്ലൊരു ആശയവിനിമയം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കേൾവിക്കാരനാവണം, ലിസണിങ് സ്കിൽ. ദെൻ ഇൻഫ്ലുവൻസ് സ്കില്ല്. എന്താണ് ഇൻഫ്ലുവൻസ് സ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കമ്മ്യൂണിക്കേഷൻസിന്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ആ ബുദ്ധിമുട്ടിനെ തരണം ചെയ്യാൻ നമ്മൾ കൊണ്ട് കഴിയണം. അതാണ് എന്ത് ഇൻഫ്ലുവൻസ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ തേർഡ് പോയിന്റ്, റെസ്പോണ്ടിങ് സ്കില്ല്. എന്താണ് റെസ്പോണ്ടിങ് സ്കില്ല്? നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷൻസിന്റെ ആശയവിനിമയം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു റെസ്പോൺസ് ഉണ്ടാവണം, അല്ലെ? ഇപ്പൊ നമ്മളൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻസ് ആണെന്ന് വെക്കുക, ഒരു ഒന്നിൽ നിന്ന് മറ്റൊരെല്ലാത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഈ കമ്മ്യൂണിക്കേറ്റർ സെന്ററിൽ നിന്ന് റിസീവർ എല്ലാ ഡാറ്റ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. റിസീവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു റേഡിയോ സിഗ്നൽ പോലെ, റേഡിയോ ഇങ്ങനെ പറയുന്നുണ്ട്, ആരെങ്കിലും അയാളെ കുറിച്ച് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതേപോലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ആവരുത്, എപ്പോഴും റെസ്പോണ്ട് ചെയ്തിരിക്കണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ ആ ആള് എന്തൊക്കെയാ കാര്യങ്ങളെ സംസാരിക്കുക എന്നുള്ളത് ഫസ്റ്റ് വൺ ലിസണിങ് സ്കിൽ ഉണ്ടായിരുന്നു, നല്ല കേൾവിക്കാരനാവണം. അതിനുശേഷം എന്ത് ചെയ്യണം, അതിനെ കുറിച്ചിട്ട് റെസ്പോണ്ടിങ് ചെയ്യണം, പ്രതികരിക്കുക എന്നുള്ളതാണ് റെസ്പോണ്ടിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ കസ്റ്റമർ സർവീസ്. ടു സെഡ് കസ്റ്റമർ സർവീസസ് ആണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, അവരാണ് കസ്റ്റമർ. അതായത് പുറമെയുള്ള ആളുകളാണ് മൊത്തം കസ്റ്റമേഴ്സ്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ കസ്റ്റമേഴ്സ് ആയിരിക്കും. കസ്റ്റമർ സ്കിൽ എന്ന് പറഞ്ഞാൽ, കസ്റ്റമർ സർവീസസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു കസ്റ്റമറെ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ളൊരു തോട്ട്സ് ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും അയാളെ ഫയർ ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ഇതാക്കാനൊന്നും നമ്മൾ പോകാൻ പാടില്ല. കാരണം കസ്റ്റമർ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റാണ്. ഏതൊരു കമ്പനിയിലും അസറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ കസ്റ്റമേഴ്സ് ആണ്, അവിടുത്തെ എംപ്ലോയീസ് അല്ല. ആ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിന്റെ സർവീസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത്, കസ്റ്റമർ സർവീസസ് എന്ന് പറയുന്നത്. കസ്റ്റമർ എപ്പോഴും ഹാപ്പി ആവണം, അപ്പോഴാണ് ആ കമ്പനി അല്ലെങ്കിൽ ആ ഫേം എന്താവുക, ഡെവലപ്പ് ആയിട്ട് വരിക. ഓക്കെ, ദെൻ സ്പീക്കിംഗ് സ്കില്ല്. നല്ല സംസാരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. സ്പീക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് നമുക്ക് അറിയണത് എന്നുള്ളത്, ആ അറിയുന്ന കാര്യം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് സ്പീക്കിംഗ് സ്കില്ല് കൂടി വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റിംഗ് സ്കില്ല്. എന്ത് നോട്ട്സ് കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ജസ്റ്റ് അത് റൈറ്റ് ചെയ്യുക. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, എഴുതാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. ആ ലാംഗ്വേജസ് ഏതും ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആയാലും എഴുതുക എന്നുള്ളൊരു കഴിവ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ബോർഡ് കാണുക, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ കാണുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, എക്സാമ്പിൾ പ്രോപ്പർ ആയിട്ട് റൈറ്റിംഗ് സ്കിൽ ഉണ്ടാവണം. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മൾ എന്താ പറയാ, കത്ത്, ലെറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, കവർ പേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന പേര് വേണം, ഇന്ന സ്ഥലത്ത് ഫ്രം വേണം, ടു വേണം, അതിന്റെ ബാക്കിയുള്ള കണ്ടന്റ്സ് വേണം, സൈൻ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഡേറ്റ് വേണം, ടൈം, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് റൈറ്റ് ചെയ്യാനുള്ള റൈറ്റിംഗ് സ്കില്ലാണ്, റൈറ്റ് എഴുതാനുള്ള കഴിവ് നമുക്ക് വേണം. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ സ്കില്ല്. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആശയവിനിമയം പ്രോപ്പർ ആയിട്ട് നടത്താൻ കഴിയുക എന്ന് മാത്രമല്ല, പൊതുവെയുള്ള ഇൻഫർമേഷൻസ് നമ്മളെ കയ്യിലേക്ക് വരിക, നമ്മളെ കയ്യിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാവണം. അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ കമ്പനിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ആ ഫേമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, അപ്പൊ ആ കാര്യങ്ങളുടെ എ ടു സെഡ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് ആണ്. ഇൻഫർമേഷൻസും നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ലിസണിംഗ് സ്കിൽ, ഇൻഫ്ലുവൻസ് സ്കിൽ, റെസ്പോണ്ടിങ് സ്കിൽ, കസ്റ്റമർ സർവീസസ്,
speaking skill, writing skill, and last one, up-to-date information skill. Okay. Then next, self-introduction. എന്താണ് self-introduction? Self-introduction actually mentor a lot of across every industry from politics, medical, education, real estate to the healthcare industry. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻസ് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എവിടെയാവാം, ഒരു ഇൻഡസ്ട്രിയിൽ എവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഫ്രം പൊളിറ്റിക്സിൽ ഉപയോഗിക്കാം, രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കാം, മെഡിക്കൽ സെക്ഷൻസിൽ ഉപയോഗിക്കാം, എഡ്യൂക്കേഷൻ സെക്ഷനിൽ ഉപയോഗിക്കാം, റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടികൾക്ക് ഉപയോഗിക്കാം. അത് ഏതൊക്കെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷൻസ് എവിടെയൊക്കെ ആണോ എല്ലാ സൈഡിലും എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. സോ അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. What to do include in the self introductions, tips for improving the self introduction parts, mistake to avoid during the self introductions, samples of some effective self introductions. അതായത് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻസിന്റെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും? ഫസ്റ്റ് വൺ, വാട്ട് ഡു യു ഇൻക്ലൂഡ് ദി സെൽഫ് ഇൻട്രൊഡക്ഷൻസ്? ഫസ്റ്റ് വൺ, ഹു ആർ യു? നിങ്ങൾ ആരാണ്? Start by greeting the interviews with a smile on your face. Introduce yourself by telling your name. നിങ്ങൾ ഫസ്റ്റ് വൺ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ബൈ ഗ്രീറ്റിംഗ് ദ ഇന്റർവ്യൂ വിത്ത് എ സ്മൈൽ ഓൺ ഫേസ്. നിങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കണം. ചിരിക്കുന്ന മുഖമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം. എപ്പോഴും ഭയങ്കര എന്താ പറയാ, ചിരിക്കാത്തൊരു മുഖം കണ്ടു കഴിഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് അവരെ നോക്കിക്കൊള്ളുന്നില്ല. So smile on your face. Introduce yourself by telling your name. നിങ്ങൾ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം? പുഞ്ചിരിക്കണം എന്നാണ് പറയുന്നത്. Then next points, where are you from? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? എവിടെയാണ് സ്ഥലം? എവിടെ നിന്ന് വരുന്നു? ഏത് ജില്ല അല്ലെങ്കിൽ ഏത് ഡിസ്ട്രിക്ട്സ്? അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? വേർ ആർ യു ഫ്രം എന്ന് പറയുന്ന ഒരു പോയിന്റ്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പോയിന്റ് ഹു ആർ യു എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് വൺ നിങ്ങൾ സ്മൈൽ പ്ലേസ് ആൻഡ് tell your name. The third point, education qualification. Once done with the formal education, you need mention your qualification details. Will be telling the school and university names and location, beginning with the highest qualification followed by under the graduation and then schooling. So education qualifications എന്ന് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്താണ്? അപ്പൊ ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിന്റെ for example degree level completed ആണെങ്കിൽ I have completed my degree. ഏതാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബികോം ആണെങ്കിൽ I have completed BCom degree. then യൂണിവേഴ്സിറ്റി ഏതാ വെച്ചാൽ അത് കൊടുക്കാം, ഏത് ഇയറിൽ പാസ്സായി എന്നുള്ളത് കൊടുക്കാം, എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെന്ന് കൊടുക്കാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് വരുന്നത്. ഇനി ഡിഗ്രി ലെവൽ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ പ്ലസ് ടു ലെവലോ അല്ലെങ്കിൽ SSLC ലെവലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം? അത് കൊടുക്കാം. എവിടെ പഠിച്ചു, ഏത് SSLC ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പേര്, ഏത് ഇയറിലാണ് നിങ്ങൾ പഠിച്ച് പാസ് ഔട്ട് ആയത് അത്, അതുപോലെ തന്നെ എത്ര പെർസെന്റേജ് മാർക്ക് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട്. ഇപ്പൊ എക്സാമ്പിൾ ഗ്രേഡ് സെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേഡ് സിസ്റ്റം ആയിരിക്കും. സോ A+ എന്നോ B+ എന്നോ അല്ലെങ്കിൽ C+ എന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. Then next one, work experience. Maybe freshers ആയിരിക്കാം. Freshers can be skip this part. First of all you need to tell total experience you have mentioned by current job and your roles. Briefly describes your responsibility and things you are expert at. So this is a work experience. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? മേ ബി നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷെ അയാള് ടാലി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പാക്കേജസ് അയാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അയാൾക്ക് അറിയാം. സോ അയാളത് ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മാസം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിൽ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ദെൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് യു ടെൽ ദ വർക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം?
എക്സ്പീരിയൻസ് പറയണം. ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഇന്ന ഫീൽഡിൽ. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അതിലേക്ക് റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ അതിലേക്ക് നമ്മൾ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾക്ക് അറ്റ്ലീസ്റ്റ് അയാളെ ഇൻഡസ്ട്രി മാത്രമല്ല മറ്റുള്ള ഇൻഡസ്ട്രിയിലും ചെറിയൊരു ടച്ച് ഉണ്ടാവണം എന്നുള്ളത് കമ്പനിയുടെ ഒരു റൂളാണ്. കാരണം അതിന് വേറെ ആളെ നോക്കണ്ട എന്നുള്ളൊരു ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും മേഖലയിൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ we can tell the experience informations also. Okay, then next tips of improving the self introduction parts. First one, head and high with smile faces. I already tell this. Be prepared to give the family details also. Then stay positive during the past experiences and sharing hobbies and goals. So first one, I already told smile faces. സോ നമ്മളെപ്പോഴും പുഞ്ചിരിച്ച മുഖമായിരിക്കണം നമ്മളെപ്പോഴും ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ, ബി പ്രിപ്പയർഡ് ടു ഗീവ് ആൻഡ് ഫാമിലി ഡീറ്റെയിൽസ് ഓൾസോ. ഫാമിലി ഡീറ്റെയിൽസ്, ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെ, എന്തൊക്കെ ഫാമിലീസിലുണ്ട്, എന്തൊക്കെ അവരെ, ഫോർ എക്സാമ്പിൾ അച്ഛൻ, അമ്മ, അനിയത്തി, ചേച്ചി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അല്ലെങ്കിൽ വൈഫാണ് വൈഫ്, മക്കളുണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ഒരാളുമായിട്ട് ഒരു ഇന്റർവ്യൂസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ടെൽ ദ ഫാമിലി ഡീറ്റെയിൽസ് ഓൾസോ. ദെൻ നെക്സ്റ്റ് വൺ, stay positive during the past experience. I already told past experience നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ജോബ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്ന സാലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ്, ഷെയറിംഗ് ഹോബീസ് ആൻഡ് ഗോൾസ്. നിങ്ങൾ എന്തെങ്കിലും നേട്ടങ്ങൾ, ഗോൾസ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങൾ എന്തെങ്കിലും മെച്ചമുള്ള കാര്യങ്ങൾ ആ കമ്പനിയിൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ. ദെൻ ഹോബീസ്, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ. ഇപ്പൊ എക്സാമ്പിൾ, ചില ആളുകൾ എന്തായിരിക്കും, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളായിരിക്കാം. സോ ചിലപ്പോൾ നന്നായിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ അയാൾ ഇൻവോൾവ് ആയിരിക്കാം. സോ ഷെയറിംഗ് ഹോബീസ് ആൻഡ് ഗോൾസ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾക്കൊക്കെ എനിക്ക് ഇന്ന ട്രോഫീസ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇത് കിട്ടിയിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് പറയാം. ദെൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹോബീസ് ഡിസ്കസ് ചെയ്യാം. അതായത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻസിൽ നിങ്ങൾക്ക് മാക്സിമം ഉൾക്കൊള്ളിക്കാവുന്ന കാര്യം തന്നെയാണ്. സോ ഐ അഗൈൻ റിപ്പീറ്റ് വാട്ട് about me, the personal informations and achievements, education, contact informations, hobbies, skills, languages and work experience. So നിങ്ങൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് മിനിമം ഇത്ര കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽസ് എന്താണെന്നുള്ളത്, ദെൻ നിങ്ങൾക്ക് കിട്ടിയുള്ള അച്ചീവ്മെന്റ്സുകൾ എന്തൊക്കെയാന്നുള്ളത്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാന്നുള്ളത്, ഹോബീസ് എന്തൊക്കെയാന്നുള്ളത്, സ്കിൽ ആൻഡ് ലാംഗ്വേജസ്. മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ മലയാളം സംസാരിക്കാൻ അറിയുന്നുണ്ടാവും, ഹിന്ദി സംസാരിക്കാൻ അറിയുന്നുണ്ടാവും, ഇംഗ്ലീഷ് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള അറബി അറിയുന്നുണ്ടാവും. അപ്പൊ മറ്റുള്ള ലാംഗ്വേജസ്, സ്കിൽ ആൻഡ് ഹോബീസസ്, നിങ്ങൾക്ക് ലാംഗ്വേജ് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ സ്കിൽസ്, ഇപ്പൊ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ അത് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ദെൻ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ്, rewrite the words to make meaningful questions and sentence. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ എഴുതുക. മീ ഹെൽപ്പ് പ്ലീസ് യു വിൽ, ഈസ് കമ്മിങ് ടുമോറോ ഷീ, ലൈക്ക് യു കോഫി ഡു, ഹെൽപ്പ് മീ യു ക്യാൻ, റീഡ് ആർ യു നൗ, യെസ്റ്റർഡേ പ്രസന്റ് ഹി വാസ്, ഓൺ ഇറ്റ് യുവർ ഈസ് ഹൗസ്. ഇത് റീറൈറ്റബിൾ ആണ്. അതായത് ഇത് പ്രോപ്പർ ക്വസ്റ്റ്യൻസോ പ്രോപ്പർ സെന്റൻസോ അല്ല. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ ഇത് കംപ്ലീറ്റ്ലി എഴുതുക ഒരു പേജിന്റെ ഫസ്റ്റ് സൈഡിൽ. അതിന്റെ നേരെ അടുത്ത സൈഡിൽ എന്ത് ചെയ്യുക, ഇത് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, മാറ്റി എഴുതുക. ഓക്കെ, സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, വിൽ യു ഹെൽപ്പ് മീ പ്ലീസ്, ഈസ് ഷീ കമ്മിങ് ടുമോറോ, ഡു യു ലൈക്ക് കോഫി, can you help me, are you ready now,
was he present yesterday? Is it your own house? Okay. Then next, now playing is he? Hyderabad to went he yesterday. Health doing good, yoga is for. Are coming now you? Phone my you with is. Student ready the are. സോ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേജിന്റെ വൺ സൈഡിൽ എഴുതുക. അതിനുശേഷം ഇത് എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. റീറൈറ്റ് ക്വസ്റ്റ്യൻസ് ഓർ സെന്റൻസ് ആണ്. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ സെന്റൻസ് ആയിട്ടായിരിക്കാം. സോ ദാറ്റ് യു ക്യാൻ ഡിസൈഡ് ആൻഡ് യു റൈറ്റ്. ഓക്കെ, then this is the answer. He is playing now. He went to Hyderabad yesterday. Doing yoga is good health. Are you coming now? Is my phone with you? Or the students is ready? Okay. So thank you.